വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ UDF പ്രവർത്തകർ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് മതധ്രുവീകരണം നടത്തുന്നുവെന്ന് BJP. കോൺഗ്രസ് പ്രവർത്തകരുടെ ലഘുലേഖ വിതരണം ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. ഇടതുമുന്നണിയും സമാന നടപടി സ്വീകരിക്കുന്നുവെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും BJP പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മതധ്രുവീകരണം നടത്തുന്നുവെന്ന ആരോപണം BJP ഉന്നയിക്കുന്നത്. തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്തതിലൂടെ സാമുദായിക ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനം ശക്തമാണ്. ഇടതുമുന്നണിയും സമാനമായ പ്രചാരണം നടത്തുന്നുവെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. 15 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയാണ് വേണ്ടത്. അത് രാജീവ് ചന്ദ്രശേഖരിൽ ജനങ്ങൾ കാണുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഇത്രയും മതവികാരത്തെ ആളിക്കത്തിക്കുന്ന ഇത്തരം ലഘുലേഖകൾ മതന്യൂനപക്ഷ വീടുകളിൽ വിതരണം ചെയ്യുന്നത് ശരിയാണോ? ഇതല്ലേ മതേതരത്വത്തിനെതിരെ? ഞങ്ങള് വികസനം അജണ്ട അവതരിപ്പിക്കുമ്പോൾ LDF UDF വിഭാഗീയത അതുപോലെ തന്നെ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രചരണമാണ് നടത്തുന്നത്. ഇതാണ് ഞങ്ങളുടെ പരാതി. കോൺഗ്രസിലെയും CPM-ലെയും മുതിർന്ന നേതാക്കളെ BJP-യിൽ എത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു ഒഴുക്ക് BJP-യിലേക്കുണ്ടാകും. കേരളത്തിൽ NDA മുഖ്യധാരയിലുണ്ടെന്ന് LDF-ഉം UDF-ഉം സമ്മതിക്കുന്നുവെന്നും മോദി ഗ്യാരണ്ടിക്കൊപ്പം മലയാളികൾ നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തനം ചെറ്റത്തരമെന്ന മുഖ്യമന്ത്രിയുടെ പ്രയോഗം ഹീനകരം. മുഖ്യമന്ത്രി മാധ്യമ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.